നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ജർമ്മനി സ്കോട്ട്ലൻഡിനെ തകർത്ത് തരിപ്പിടമാക്കിക്കൊണ്ട് യൂറോ കപ്പിൽ മികച്ചൊരു തുടക്കമിടുമ്പോൾ ഉദ്ഘാടന മത്സരത്തിൽ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയത് 21-കാരൻ ജമാൽ മുസിയാലയാണ്. എന്തുകൊണ്ട് മുസിയാലയ്ക്ക് ആ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം കൊടുത്തു? യുവേഫയുടെ ടെക്നിക്കൽ ഒബ്സർവേഷൻ കമ്മിറ്റി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനു മുമ്പ് നമ്മൾ ചില കണക്കുകൾ കൂടി ഒന്ന് പരിശോധിക്കുന്നു. ജമാൽ മുസിയാല അപ്പോൾ ആദ്യ പകുതി കഴിയുമ്പോൾ തന്നെ അദ്ദേഹം പ്ലെയർ ഓഫ് ദി മാച്ച് ആവുമെന്ന സൂചനകൾ നൽകിയിരുന്നു. അത്രയും മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിയിരുന്നത്. ആദ്യ പകുതി കഴിയുമ്പോൾ മോസ്റ്റ് സക്സസ്ഫുൾ ഡ്രിബിൾസ് അദ്ദേഹത്തിനായിരുന്നു 4 എണ്ണം. മോസ്റ്റ് ഡ്യുവൽസ് 7 എണ്ണം അദ്ദേഹത്തിനായിരുന്നു. ജോയിന്റ് മോസ്റ്റ് ടച്ചസ് ഇൻ പെനാൽറ്റി ഏരിയ 4 എണ്ണം. അങ്ങനെ മനോഹരമായിട്ട് അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നു. കൂടാതെ ഒരു ഗോൾ അദ്ദേഹം നേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി മത്സരം കഴിയുമ്പോഴുള്ള സ്റ്റാറ്റ്സ് ഒന്ന് നോക്കുക. 100% അദ്ദേഹത്തിൻ്റെ പാസിംഗ് ആക്യുറസി. 32 പാസുകളിൽ അദ്ദേഹം 32 കൊടുത്തു, കംപ്ലീറ്റ് ആക്കി. അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നു. അദ്ദേഹം ഒരു ഗോൾ നേടുകയും ചെയ്തു. മത്സരത്തിൽ മോസ്റ്റ് ടേക്ക് ഓൺസ് കംപ്ലീറ്റ് ചെയ്ത അദ്ദേഹമാണ്. 5 എണ്ണം. പ്ലെയർ ഓഫ് ദി മാച്ച് ആയിട്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഇനി യുവേഫയുടെ ടെക്നിക്കൽ ഒബ്സർവർ പാനൽ പറഞ്ഞ വാക്കുകൾ കൂടി ഒന്ന് നോക്കുകയാണ്. യുവേഫയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ എന്തുകൊണ്ട് ജമാൽ മുസിയാലയെ പ്ലെയർ ഓഫ് ദി മാച്ച് ആക്കി എന്നത് വിശദീകരിക്കുന്നത്. അതിലവർ പറയുന്നത് മുസിയാല ഈ മത്സരത്തിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കാണിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ്, ബാലൻസ്, എനർജി, എന്തൂസിയാസം ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ സം ഗ്രേറ്റ് ടേക്ക് ഓൺസ് അദ്ദേഹം നടത്തുകയും ചെയ്തു. കളിയിൽ തീർച്ചയായിട്ടും അദ്ദേഹം തന്നെയാണ് ഏറ്റവും മികച്ചു നിന്നത് എന്നാണ് ഇപ്പോൾ യുവേഫ ടെക്നിക്കൽ ഒബ്സർവർ പാനൽ പറയുന്നത്. എന്തായാലും 21-കാരനായിട്ടുള്ള ജമാൽ മുസിയാല ഈ യൂറോ കപ്പിൽ പൊളിച്ചെടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നതിൻ്റെ സൂചനകളാണ് ആദ്യ കളിയിൽ അദ്ദേഹം നൽകിയിരിക്കുന്നത്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.